നാഷണൽ ആർക്കൈവ്സിന്റെ ആഴത്തിൽ 1970കളിലെ ഒരു തരംതിരിക്കപ്പെട്ട രേഖ ഭൗതികശാസ്ത്ര നിയമങ്ങളെ ധിക്കരിക്കുന്ന ഒരു ദൗത്യം വെളിപ്പെടുത്തുന്നു. അത് ഹാർഡ്വെയറിന്റെ ഒരു പറക്കലായിരുന്നില്ല, ബഹിരാകാശത്തിന്റെ തണുത്ത ശൂന്യതയിലേക്കുള്ള മനുഷ്യ മനസ്സിന്റെ യാത്രയായിരുന്നു. ശീതയുദ്ധത്തിന്റെ കൊടുമുടിയിൽ വിദൂര കാഴ്ച ആയുധമാക്കാൻ ലക്ഷ്യമിട്ട് സ്റ്റാർഗേറ്റ് പദ്ധതി ആരംഭിച്ചു. അവരുടെ പ്രാഥമിക സ്വത്ത് ഇംഗോ സ്വാൻ ആയിരുന്നു. അവന്റെ ബോധത്തിന് ഒരു നിമിഷത്തിൽ ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിക്കാൻ കഴിയുമെന്ന് കരുതപ്പെടുന്നു. 1973 ഏപ്രിലിൽ സ്വാൻ തിരിച്ചറിയാത്ത ഒരു കൂട്ടം കോർഡിനേറ്റുകൾ നൽകി. ആഴത്തിലുള്ള മേഘത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ താൻ ഇനി ഭൂമിയിലില്ലെന്ന് അയാൾ മനസ്സിലാക്കി. അവൻ ചന്ദ്രന്റെ വിജനമായ ദൂരത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ നാസ വിശേഷിപ്പിച്ച നിർജീവമായ പാറ ചന്ദ്രൻ ആയിരുന്നില്ല. ഭീമാകാരമായ അർദ്ധസുതാര്യമായ ടവറുകൾകർത്ത ആകാശത്തേക്ക് മൈലുകൾ വരെ എത്തുന്ന വാസ്തുവിദ്യാ ഗ്ലാസ് പോലെ തോന്നിക്കുന്ന ഘടനകൾ കണ്ടതായി സ്വാൻ റിപ്പോർട്ട് ചെയ്തു. അവൻ അടുത്തേക്ക് നീങ്ങിയപ്പോൾ സ്വന്റെ വിവരണങ്ങൾ അത്ഭുതത്തിൽ നിന്ന് ഭയത്തിലേക്ക് മാറി. ഗർത്തങ്ങളുടെ നിഴലിൽ പ്രവർത്തിക്കുന്ന നൂതനമായ ഖനന യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ബയോളജിക്കൽ അസ്തിത്വങ്ങളെ കണ്ടതായി അദ്ദേഹം അവകാശപ്പെട്ടു. സെഷന്റെ ഏറ്റവും അസ്വസ്ഥമായ ഭാഗം സംഭവിച്ചത് സ്വാൻ പെട്ടെന്ന് ഭയത്തിന്റെ ഒരു ഞെട്ടൽ അനുഭവപ്പെട്ടപ്പോഴാണ്. അസ്തിത്വങ്ങൾ അവിടെ മാത്രമല്ല ഉള്ളതെന്ന് അയാൾ മനസ്സിലാക്കി. അവന്റെ മാനസിക സാന്നിധ്യത്തെക്കുറിച്ച് അവർ ബോധവാന്മാരായിരുന്നു. അളവുകൾക്ക് പുറത്തേക്ക് അവനെ തിരിഞ്ഞുനോക്കി. സ്വാൻ പെട്ടെന്ന് സെഷൻ അവസാനിപ്പിച്ചു. ദൃശ്യപരമായി കുലുങ്ങി. അവർക്ക് അവിടെ അടിത്തറയുണ്ടെന്ന് തന്റെ ഹാൻഡ്ലർമാരോട് പറഞ്ഞു. ഫോണ ഉടൻ തന്നെ ട്രാൻസ്ക്രിപ്റ്റ് തരംതിരിച്ചു. 30 വർഷത്തിലേറെയായി അക്കൗണ്ട് അടക്കം ചെയ്തു. സന്ദേഹവാദികൾ സ്വാനിന്റെ ദർശനങ്ങളെ ഭ്രമാത്മകതയായി തള്ളിക്കളയുമ്പോൾ ലൂണാർ റിക്കനൈസൻസ് ഓർബിറ്ററിൽ നിന്നുള്ള ആധുനിക ഉപഗ്രഹ ചിത്രങ്ങൾ ആ കൃത്യമായ കോർഡിനേറ്റുകളിൽ അടുത്തിടെ അസാധാരണമായ ഗ്ലിൻഡുകളും ജ്യാമിതീയ രൂപങ്ങളും പകർത്തിയിട്ടുണ്ട്. ഡാറ്റ ഒരു വേട്ടയാടാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നു. നമ്മുടെ ഏറ്റവും അടുത്ത ആകാശ അയൽക്കാരൻ നാം വിശ്വസിക്കാൻ ഇടയാക്കിയതുപോലെ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. സ്വാൻ ഒരു പുതിയ ഇന്റലിജൻസ് ശേഖരണത്തിന്റെ തുടക്കക്കാരനായിരുന്നോ, അതോ നമ്മൾ തയ്യാറാകാത്ത ഒരു സത്യത്തിന്റെ സാക്ഷിയായിരുന്നോ? സമ്മാനിച്ച മനസ്സിന്റെ ഉൽപ്പന്നമോ മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ചയോ ആകട്ടെ, ചന്ദ്രൻ ഒരു നിശബ്ദ സാക്ഷിയായി തുടരുന്നു. ഫയലുകൾ തുറന്നിരിക്കുന്നു, കോർഡിനേറ്റുകൾ അറിയപ്പെടുന്നു, എന്നാൽ ദൂരെയുള്ള എൻറ്റിറ്റികൾ നിഴലിൽ തുടരുന്നു.